ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ December 31 ലാസ്റ്റ് ദിവസമാണ് 2023. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ടൂർ പോകാമെന്ന്. ചെറിയ ട്രിപ്പാണ്, ഇയർ എൻഡിങ് ഒക്കെ ആയതുകൊണ്ട് അപ്പം നമ്മളൊരു ചെറിയ ട്രിപ്പൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഗമണ്ണാണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പം കണ്ണചേട്ടനും പാച്ചൊന്നും പോയിട്ടില്ല. അപ്പം നമുക്ക് വാഗമണ്ണൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രാവിലെ 5:45 ആയപ്പോൾ ഇറങ്ങി ഈരാറ്റുപേട്ട റൂട്ടിൽ കൂടെ ഞങ്ങൾ പോയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ വാഗമണ്ണിൽ ചെന്നിട്ടാണ് കഴിച്ചു കേട്ടോ. കാരണം റെസ്റ്റോറൻ്റ് ഒന്നും തുറന്നിട്ടില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട്. അപ്പം നമ്മളങ്ങനെ രാവിലെ തന്നെ ചെന്നു. കോടമഞ്ഞ് കാണാൻ പറ്റിയില്ല കേട്ടോ. നല്ല തണുപ്പും നല്ല വെയിലും അതുപോലെ ഉണ്ടായി, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത്, നമ്മൾ കയറി പോകുന്നേ ഉള്ളൂ. അപ്പം ജസ്റ്റ് അവിടെ കുറച്ച് ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഞാനുണ്ടല്ലോ ഓഡിയോ ഇടുന്നത് അവിടെ നല്ല കാറ്റായതുകൊണ്ട് നമ്മൾ പറയുന്നൊന്നും ക്ലിയർ ആകുന്നില്ലെന്ന്. അപ്പം ഞാൻ അതുകൊണ്ടാട്ടോ അന്നേരം ഓഡിയോയോ ഒന്നും സംസാരിക്കാഞ്ഞത്. വീട്ടിൽ വന്നിട്ട് ഓഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് മേളിലോട്ട് പോയി വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി ചെന്ന് ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ഏരിയ കണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് ബോട്ടിങ് എന്താ പറയുക നോക്കിയിട്ട് വരാമെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ആദ്യം പോയത്. അപ്പം പാച്ചു ടിക്കറ്റൊക്കെ എടുക്കാൻ പോയേക്കുവാണ്. പല ടൈപ്പിലുള്ള ബോട്ടുണ്ട് കേട്ടോ. ചവിട്ടി പോകുന്നുണ്ട്, അല്ലാതെ അവർ തന്നെ കയറി എന്താ തുഴയുന്ന ബോട്ടുണ്ട്. അപ്പം നമ്മൾ 3 പേരും ഉള്ളതുകൊണ്ട് ചവിട്ടി പോകുന്ന പെടലുള്ള ബോട്ടാണ് എടുത്തത്. ചുമ്മാ ഒരു രസമല്ലേ എന്ന് വെച്ച് അതങ്ങ് എടുത്തു. നമ്മൾ 3 പേര് ഫസ്റ്റ് ടൈം അതിൽ കയറുന്നത്. ടീ ലേക്ക് ബോട്ടിംഗ് എന്നാണ് കേട്ടോ ഈ ഒരു ഏരിയയുടെ പേര്. 2 ബോട്ടിംഗ് ഏരിയ ഉണ്ട്. ഒന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി കുറച്ച് ചെറിയൊരു ബോട്ടിംഗ് ഏരിയ, ഇതാണ് കുറച്ച് വലിയൊരു ബോട്ടിംഗ് ഏരിയ. അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ അതാ ഫസ്റ്റ് ബോട്ടിങ്ങിന് തന്നെ പോയത്. അന്നേരം നമ്മുടെ ബോട്ടൊക്കെ അവിടെ റെഡിയായിട്ട് കിടപ്പുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് പേര് പോയി എന്താ പറയുന്നത്, ഒത്തിരി പേര് കൊള്ളുന്ന ബോട്ടും ഉണ്ട്, അല്ലാതെ നമ്മളെ ഇപ്പം ചൂസ് ചെയ്ത പോലെ 3 പേര് പോകുന്ന ബോട്ടും ഉണ്ട് കേട്ടോ. ഇതുപോലെ ഫാമിലീസ് കുറേ പേര് വരുവാണ്, അവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പോകാൻ പറ്റിയ ബോട്ടും ഉണ്ട്. അപ്പം നമ്മുടെ ബോട്ട് ഇപ്പോൾ വരും. അപ്പം അങ്ങനെ നമ്മുടെ ബോട്ട് ഇതേ ഈ കിടക്കുന്ന കേട്ടോ. 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ. ബാക്കി ഫാമിലീസൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. ഓരോ ബോട്ട് തിരിച്ച് വന്നിട്ട് വേണം അവർക്ക് കയറാൻ. അപ്പം നമുക്ക് കയറി നോക്കാം. രണ്ട് ഡ്രൈവർമാരുടെ നടുക്കിരിക്കുന്നു. ഈ വണ്ടിയുടെ കൺട്രോൾ വണ്ടിയുടെ ടെക്നിക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. 2 ഡ്രൈവർമാർക്കും അറിയാവില്ലോ എന്നറിയില്ല. ഞാനീ ബോട്ടിൽ തന്നെയാണ് നടുക്കുന്നത്. വിടാവോ? ക്ലിയറാണ്. ഞങ്ങളോട് കാണിക്കണേ കുറച്ച് നേരം. ഇങ്ങനെ എടുത്താലല്ലേ ഇടാൻ പറ്റുള്ളൂ യൂട്യൂബിൽ. ചവിട്ടാണ്. ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി ചവിട്ടി പോയിട്ട്? ചവിട്ടാൻ ഇപ്പോഴാ പഠിച്ച കേട്ടോ. ഇറങ്ങാറായപ്പോഴാ ചവിട്ടാൻ പഠിച്ചത്. അടിപൊളി അടിപൊളി. ഞാൻ അവിടെ നിൽക്കുക. വണ്ടിയുടെ ബ്രേക്കും ക്ലച്ചൊക്കെ ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട് എല്ലാവർക്കും. വെയിലില്ലായിരുന്നു ഒന്നുകൂടെ രസമായിരുന്നു. നല്ല വെയിലും ഉണ്ട്, അതുപോലെ നല്ല കാറ്റും ഉണ്ട്. അപ്പം നമ്മുടെ ബോട്ടിങ് ഏകദേശം തീരാറായി കേട്ടോ. ആ ജസ്റ്റ് കാണുന്ന ആ വെള്ളത്തിൻ്റെ അവിടെ റൗണ്ട് അടിച്ച് തിരിച്ച് നമുക്ക് അങ്ങ് പോകാം. നല്ല രസമുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തോന്നും കുറച്ചേ ഉള്ളതെന്ന്, പക്ഷെ നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിള്ളേരൊക്കെ വന്നാലും സേഫാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, മറ്റേ ബോട്ടാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ബോട്ടാണ്. അപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കയറിയത് 3 പേര് ഇരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് അതൊരു റൗണ്ട് അടിച്ച് തിരിച്ച് നമ്മൾ കയറി അവിടെ തന്നെ തിരിച്ചും വരാം. അപ്പം ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വാഗമണ്ണിൽ വരുന്നവരൊക്കെ ജസ്റ്റ് ബോട്ടിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ചവിട്ടുന്ന ബോട്ടിൽ കയറുന്നു. ഞങ്ങൾ 3 പേര് അല്ലേ. നേരത്തെ കയറിയിട്ടുണ്ടോ? നീലം കൂടി നടക്കുന്നു. ഇവിടെ അടുത്തൊരു ബ്രിഡ്ജ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. വ്യൂ പോയിന്റ് ഇവിടെ കൂടെ പോകുന്നു. അതൊക്കെയാണ്.
അവിടെയാണ് ബോട്ടിങ്ങിന് പോയത്. ശരിക്കും നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട് എല്ലായിടത്തും. നല്ല കാറ്റും ഉണ്ട്, അതേപോലെ തണുപ്പുണ്ട്. ഇതിപ്പോൾ ഒരു ബ്രിഡ്ജാണ്. ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നല്ല കാറ്റ് ഇവിടെ പറഞ്ഞ നല്ല കാറ്റും നല്ല വെയിലും. മുടിയൊക്കെ ഉണങ്ങണമെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി. ഒരു മിനിറ്റുള്ളിൽ ഉണങ്ങി കിട്ടും. നല്ല രസമുണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ കൊള്ളായിരുന്നല്ലേ. ഒരു കുഞ്ഞു സ്ഥലമാണേലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്ലേസാണ് കേട്ടോ. ഈ വർഷത്തെ നമ്മുടെ അവസാന ടൂറാണ്. നമ്മൾ അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് പൈൻ ഫോറസ്റ്റ് കാണാൻ പോയി കേട്ടോ. ഇതെല്ലാം പ്ലേസസും അടുത്തടുത്താണ്. നമുക്ക് ഒത്തിരി ദൂരമായിട്ടോ ഒന്നും പോകണം. നമ്മൾ മേളിൽ വാഗമണ്ണിൽ ചെന്ന ആ മേളിൽ തന്നെയുണ്ട് എല്ലാ പ്ലേസസും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയാൽ മതി. അതുപോലെ എല്ലായിടത്തും കാർ പാർക്കിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അപ്പോൾ പൈൻ ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഷോപ്സ് ഉണ്ട്. നമ്മൾ ഈ കൊടൈക്കനാലിലും ഊട്ടിലും ഒക്കെ കാണുന്ന പോലത്തെ ബാഗ്സിൻ്റെ ഷോപ്പും അതുപോലെ ചോക്ലേറ്റിൻ്റെ ഷോപ്പും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയ വാഗമൺ സ്പെഷ്യലിറ്റിയുടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ചില്ല. നമ്മൾ വെറുതെ, നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, വെറുതെ നമ്മൾ എന്താ പറയുന്നത്, ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഷോപ്പ് ചെയ്യാറുള്ളൂ. എന്തെങ്കിലും കണ്ടാൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വാങ്ങിക്കാമല്ലോ എന്ന് വെച്ച് വാങ്ങിക്കാറില്ല കേട്ടോ. ഞങ്ങൾ ഇതും മേടിച്ചു, ഒരു പേട പോലത്തെ ഒരു സാധനം, ഒരു ചോക്ലേറ്റും അതേ മേടിച്ചുള്ളൂ. വേറെ ബാഗ്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചില്ല. ബാഗൊക്കെ എനിക്ക് നോക്കിയിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കിട്ടും. പിന്നെ ആ ബാഗ്സൊക്കെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ക്യാരി ചെയ്യുന്ന പോലത്തെ ബാഗ് കുറച്ച് ഹെവി ആയിട്ടുള്ള ബാഗ്സാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി ഇഷ്ടപ്പെട്ടു, ബാഗ്സിൻ്റെ ഒക്കെ. പക്ഷേ എന്താ പറയുക, അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ടോയ്സും പിള്ളേരൊക്കെ വന്നാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും. കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതിന് എത്രയാണെന്ന് വെച്ചാൽ 300. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ? ഷോപ്പിംഗ് ഏരിയ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഉള്ളത്. ചെറിയൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട്. ഞാനൊക്കെ പണ്ട് പോകുമ്പോൾ അവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി ഷോപ്പിംഗ് ഏരിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പൊക്കെ പോയപ്പോൾ. ഇപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ തിരക്കും നമുക്ക് കാണാം. അപ്പം ഈ വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പൈൻ ഫോറസ്റ്റ് നിൽക്കുന്ന. ഫോട്ടോസിനും ഒക്കെ പറ്റിയ ഒരു ഏരിയ ആണ്. ഈ പൈൻ ഫോറസ്റ്റ് നിൽക്കുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല, നല്ല തണുപ്പാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പം സ്ലിപ്പറിയാണ്. സൂക്ഷിച്ച് നടന്നില്ല നമ്മൾ തെന്നി അങ്ങ് താഴെ ചെല്ലും. കാരണം അതിൻ്റെ ഇല ചവിട്ടുമ്പം നല്ല സ്ലിപ്പറിയാണ്. പിന്നെ ഇതൊക്കെ അവിടെ കാണുന്ന ബേഡ്സൊക്കെയാണെന്ന് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ബോർഡും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്തൊക്കെ. നമ്മൾ ജസ്റ്റ് കുറച്ച് കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1 or 2 കിലോമീറ്റേഴ്സൊക്കെ പോയപ്പോൾ എല്ലാ സ്ഥലവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിലാണ്. ഇതെങ്ങനെയുണ്ട് പൈൻ ഫോറസ്റ്റ്? അടിപൊളിയാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ കണ്ണുചേട്ടൻ ആദ്യമായിട്ടാണ്. കണ്ണുചേട്ടനും വായിച്ചു. ഇവിടെ തിരിച്ച് നമുക്ക് എപ്പോഴും വരാൻ തോന്നുന്ന ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ക്ലൈമറ്റും കൊണ്ടാട്ടോ പിന്നെയും വരാൻ തോന്നുന്നു. ഇങ്ങനെ അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ എങ്ങനെയുണ്ട്? ഊട്ടിയിലൊക്കെ പോയവരുണ്ടല്ലേ. ആ, so high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through.
എണീറ്റ് രാവിലെ എണീറ്റതാ ഏകാന്തമായിട്ടിരിക്കുന്നു. Fly forever if you keep it tight. Love the world, but keep the sky on your mind. Flying, get on board. We're soaring on top of the world. Flying, get on board. We're soaring on top of the world. ഇതാണ് രമേശ്. ഇതാണ് സുരേഷ്. രമേഷ് സുരേഷ്. 5 സ്റ്റാറിന്റെ പരസ്യമാണത് അല്ലേ? 11:30 ആയതുകൊണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പൈൻ ഫോറസ്റ്റ് ആണ്. സൺഡേ ന്യൂ ഇയർ ഒക്കെ ആയിട്ടാണോ എന്നറിയത്തില്ല. നല്ല തിരക്കുണ്ട്. രാവിലെ തൊട്ടേ നല്ല തിരക്കാണ് കേട്ടോ. എവിടെ ചെന്നാലും നല്ല തിരക്കാണ്. എങ്ങനെയുണ്ട് പൈൻ ഫോറസ്റ്റ്? നല്ല രസമല്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ കുറെ മരമൊക്കെ ഇവിടെ ഒടിഞ്ഞു കിടപ്പുണ്ട്. അപ്പം ഇരിക്കാനും നല്ല സുഖമുണ്ട്. ശരിക്കും ഇവിടെ എത്ര പ്രാവശ്യം വന്നാലും പിന്നെ വരാൻ തോന്നുന്ന ഫീലുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് അയ്യോ ആ സ്ഥലം എത്തിയില്ല. ആ സ്ഥലം എത്തിയിട്ട് പറയാം. ആ സ്ഥലം എത്തിയിട്ട് ഞാൻ പറയാവേ ഒരു കാര്യം. ഇറങ്ങിപ്പോയപ്പോൾ നല്ല രസമായിരുന്നു. തിരിച്ച് കയറാൻ കുറച്ച് പാടാം. ഒന്ന് സ്ലിപ്പാവും ചെറുതായിട്ട്. പിന്നെ ശ്വാസം മുട്ടുന്നല്ലേ. പണ്ട് കുടുക്കത്ത് വേറെ പോയ പോലെ ഉണ്ട്. അത്രയില്ല, ചെറിയൊരു ഭയങ്കര ആളായി കേട്ടോ. നമ്മൾ വന്നപ്പോഴേ അത്ര തിരക്കില്ലായിരുന്നു. ഒത്തിരി ആളായി. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ സൂര്യപ്രകാശം വരുന്ന കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. കാരണം ഈ പൈനായതുകൊണ്ട് ഡയറക്റ്റ് സിംഗിളായിട്ട് പോകുന്ന ഒരു മരമായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ സൂര്യൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കയറാനൊരു ബുദ്ധിമുട്ട്. നമുക്ക് ഈ കയറാനും ഇറങ്ങാനും പാടായതുകൊണ്ട് അവരവിടെ സ്റ്റീൽ ബാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിടിച്ച് നമുക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഏജ്ഡായിട്ടുള്ളവർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ്. നമുക്കതിൽ പിടിച്ച് കയറാം. പണ്ടൊന്നും ഇത്രയും ഡെവലപ്മെൻറ്റ് ഇല്ലായിരുന്നു. കാരണം വാഗമൺ എന്ന് പറയുമ്പോൾ അത്രയും ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം നല്ല ടൂറിസ്റ്റ് ഒക്കെ ഒരുപാട് അറിഞ്ഞും കേട്ടുമൊക്കെ വരാൻ തുടങ്ങി. ഡെവലപ്മെൻറ്റ് കൂടി. 3600 ഹൈറ്റ് എന്താ പറയുക, അത്രയും ഉയരത്തിൽ നിൽക്കുവാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. പണ്ടൊന്നും അത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കാർ പാർക്കിംഗ് ഉണ്ട്. നല്ല റോഡാണ്. ട്രാവൽ ചെയ്യാൻ പറ്റിയ റോഡാണ്. റെസ്റ്റോറൻ്റ് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും മേളിൽ അവൈലബിൾ ആണ്. നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലേസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എനിക്കവിടെ തോന്നി, അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസും വേസ്റ്റും എല്ലാം അവിടെ ഇടുന്ന ഒരു പരിപാടി ഞാൻ കണ്ടു കേട്ടോ. നമ്മൾ തന്നെ നമ്മുടെ നാടിനെ എന്താ പറയുന്നത് ചീത്തയാക്കുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ വേസ്റ്റ് ബിന്നും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളൊക്കെ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടുക കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നാടിനെ വൃത്തികേടാക്കാതെ ജസ്റ്റ് കെയർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ജസ്റ്റ് ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ്. അടുത്ത നമ്മൾ പോകുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നമ്മൾ ആ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ ഷോ പോലത്തെ ഒരു പരിപാടി കണ്ടു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പാസ്പോർട്ട് ടിക്കറ്റൊക്കെ എടുക്കുവാണ്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് നാളത്തേക്കിന് ഉള്ളെന്ന് തോന്നുന്നു. ഒരു ഫ്ലവർ ഷോ ടൈപ്പ് എന്തോ വന്ന വാഗമൺ ഹിൽസ് ഗാർഡനിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ പുഷ്പമേള എന്നാണ് ഇത് വെച്ചേക്കുന്നത്. 23 തൊട്ട് 7 തീയതി വരെ ഉള്ളൂ, ജാനുവരി. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഉള്ളിലൊന്ന് പോയി നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ 2 ബോട്ടിംഗ് ഏരിയ ഉണ്ടെന്ന്. അപ്പം മറ്റേ ചെറിയ ബോട്ടിംഗ് ഏരിയ ഇവിടെയാണ് കേട്ടോ. പിന്നെ ട്രെക്കിംഗ് ഉണ്ട്, കഫറ്റീരിയ, റിഫ്രഷ്മെൻറ്റ്, ഓർക്കിഡ് റോസ്, അങ്ങനത്തെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ബോർഡാണ്. കാരണം അത് വായിച്ച് നോക്കിയിട്ട് കെയർ ചെയ്യാൻ മതിയല്ലോ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ ചെറിയ ഏരിയയിലുള്ളൊരു ബോട്ടിംഗ് ഉള്ളത്. നമ്മളപ്പോൾ ബോട്ടിങ്ങിന് പോയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. എൻ്റർ ചെയ്യുമ്പോൾ കുറച്ച് ഏരിയ അവർ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഗ്രാസൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു സ്റ്റോളൊക്കെ ഉണ്ട്.
അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതും അതുപോലെ മെഡിസിൻ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസോ ഒക്കെ കുടിക്കാമെന്ന് വെച്ച് ചെറിയൊരു ഷോപ്പിൽ ചെന്ന് എന്നിട്ട് ബാക്കിയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. നമ്മളപ്പം ടയർഡായിട്ട് ചെയ്യുന്നുണ്ട്, ഉച്ച സമയമായതുകൊണ്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചാണ്. കാപ്പിയും ചായയും ഒന്നും വേണ്ടല്ലോ എന്ന് വെച്ച് ജ്യൂസ് ഓർഡർ ചെയ്തു. 2 ഗ്രേപ്പ് ജ്യൂസും 1 ഓറഞ്ചും. ഞങ്ങൾ അഡ്വഞ്ചറസ് പാർക്കിൽ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, കയറാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കാണ് അഡ്വഞ്ചറസ് പാർക്കിൽ, അങ്ങോട്ട് ആ സൈഡിലോട്ടേ പോകാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു പാർക്ക് പോലെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ നല്ല വെയിലും ഉണ്ട്, അതുപോലെ തണുപ്പുമുണ്ട്. നമ്മുടെ ജ്യൂസ് ഇപ്പം വരും. നല്ലതാണോ നല്ലതാണോ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്. പോപ്പിൻസ് കലക്കി വെള്ളം പോലെ ഉണ്ട്. ആണോ? പോപ്പിൻസ് അല്ലേ ഗ്രേപ്പിന്റെ? പോപ്പിൻസ് വേണമെന്ന് വരുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയേ. അല്ലേ ഒന്ന് കുടിച്ചു നോക്കിയേ. പോപ്പിൻസ് വേണം. ഗ്രേപ്പ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തോ പോപ്പിൻസിൻ്റെ ഒരു ടേസ്റ്റാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഓറഞ്ച് ജ്യൂസ് നല്ലതായിരുന്നു കേട്ടോ, നമുക്ക് സാധാ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സാധനം വേണ്ട വീട്ടിൽ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല. ബുഷ് വെറുതെ ഇങ്ങനെ ഒടിച്ചങ്ങ് കൊണ്ട് വെച്ചാൽ അവിടെ നല്ല ഗ്രാസൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാർക്ക് ഏരിയ പോലെയാണ് അവരത് സെറ്റപ്പ് ചെയ്ത് വെച്ചത്. നല്ല ഭംഗിയുണ്ട് കാണാനും. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും വാഗമണ്ണിൽ ഓരോ ടൈം ചെല്ലുമ്പോഴും അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സ് കൂടിക്കൂടി വരികയാണ്. കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മുടെ ഓരോ ടൂറിസ്റ്റ് പ്ലേസുകൾ ഇങ്ങനെ ഡെവലപ്പായി വരുന്നതാണ് കാണാൻ സന്തോഷം. നല്ല വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത് നമ്മളെ പോലെ വരുന്നവരുടെ കയ്യിലാണ്. അപ്പം നമുക്ക് ബാക്കി ഫുള്ള് കണ്ടു നോക്കാം. So high, I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. എടാ എവിടെ ചേട്ടാ ഫോൺ റീചാർജ് ചെയ്തത്? ഇവിടെ തന്നെ കണ്ണുചേട്ടൻ എന്നെ കളിയാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ വെച്ചല്ലേ സോള് റീചാർജ് ചെയ്തിരുന്നത്. അത് വേറൊന്നുമല്ല, ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഈ ടൈമിലാണ് മാട്രിമോണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് അയച്ചത്. അപ്പം മാരേജ് കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിട്ട് എന്താ പറയുന്നത്, നടക്കത്തില്ല എന്ന് 100% ഷുവറായപ്പം അന്ന് നമുക്ക് ചെറിയൊരു വിഷമം വരുള്ളൂ. നമുക്ക് മനസ്സിന് താല്പര്യമുള്ളവർക്കാണല്ലോ ഇപ്പോൾ മാട്രിമോണി വരെയാണെങ്കിലും ഇൻട്രസ്റ്റ് അയക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഹോപ്പ് ഉണ്ടല്ലോ, ജസ്റ്റ് മുമ്പോട്ട് പോകാൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഹോപ്പ് അങ്ങ് പോയി. അന്നേരം എനിക്ക് നല്ല വിഷമമായിപ്പോയി. അന്നേരം ഇതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇങ്ങനെ വാഗമണ്ണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ റീലൊക്കെ എടുത്തിട്ട് വെച്ചു, ദിസ് ഈസ് ഹൗ ഐ റീചാർജ് മൈ സോൾ എന്ന്. അത് കണ്ണൻ ചേട്ടൻ കണ്ടു. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക്കായിരുന്നേ. അപ്പം
നമ്മളിപ്പോൾ മാട്രിമോണിയിലായിരിക്കുമ്പോൾ ആദ്യം പോയി ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ആണല്ലോ നോക്കുന്നത്, ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എങ്ങനെയാവട്ടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സമയത്ത് ഇട്ട ഒരു വീഡിയോ ആയിരുന്നുകൊണ്ടാണ് എന്നെ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഈ കളിയാക്കുന്നത്, ദിസ് ഈസ് ഹൗ ഐ റീചാർജ് മൈ സോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷം കേട്ടോ, ഒരു വർഷം കഴിഞ്ഞ് മാരേജ് ആ സമയത്ത് ആ ആളെയും കൊണ്ട് ഇവിടെ വരാൻ പറ്റിയത് ചെറിയൊരു ഹാപ്പിനെസ്, ചെറിയ ഹാപ്പിനെസ് അല്ല, നല്ലൊരു ഹാപ്പിനെസ്സാണ്. കാരണം നല്ലോണം വിഷമിച്ചായിരുന്നു. അപ്പോൾ ആ ആളെയും കൂട്ടി തന്നെ ഇപ്പോൾ ഇവിടെ വരാൻ പറ്റുമ്പം ആ ഒരു ടൈം ഡിഫിക്കൽട്ട് ടൈം നമ്മൾ ഫേസ് ചെയ്ത് പോയ ഒരു ചെറിയൊരു മെമ്മറീസ് നമുക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ വരും. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇപ്പം നമുക്ക് വാച്ച് ടവറിൻ്റെ മേളിൽ കയറാവേ. വാച്ച് ടവർ മാക്സിമം 3 പേഴ്സൺസ് അറ്റ് എ ടൈം. എനിക്കൊന്ന് മുളയുടെയൊക്കെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. 2 എണ്ണം ഉണ്ട്, അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. അപ്പം 3 പേർക്ക് ഒരു സമയം കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ 3 പേരൂടെ കയറി. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. നമ്മൾ 3 പേരും കയറി കണ്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കയറാൻ. അങ്ങനെ ഇപ്പോൾ വാഗമണിൽ അങ്ങനത്തെ ഒരു സമയമായി. ഇപ്പം മറ്റേതൊന്നും പണ്ടൊക്കെ പോകുമ്പോൾ അത്ര ആൾക്കാരും ഒന്നുമില്ലായിരുന്നു. ഇപ്പം ആൾക്കാർ കൊണ്ട് നമുക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുന്നൊരു സംഭവമായിപ്പോയി വാഗമണിലെ എല്ലാ പരിപാടികളും. അതുകൊണ്ടാണ് നമുക്ക് മറ്റേ ഇത് മിസ്സായിപ്പോയത്, അഡ്വഞ്ചറസ് പാർക്ക് മിസ്സായിപ്പോയി. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം വാച്ച് ടവറിൻ്റെ മേളിൽ കയറിയ വാഗമണിൻ്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല വ്യൂ ആണ്, മൊട്ടക്കുന്നുകളാണ് ഹൈലൈറ്റ് വാഗമണിൻ്റെ. അപ്പം അതിൻ്റെ ഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. പിന്നെ ആ കാണുന്ന മലയിലോട്ടും അടുത്ത് നമ്മൾ പോകുന്നത്. So high, I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. ഇത് അതുവരെ പോയപ്പോൾ കണ്ടാ കേട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കടന്നൽ കൂടിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ഇരിക്കുകയാണ്. അതോ അതിൻ്റെ വല്ല ഫ്രൂട്ടാണോ എന്നും അറിയത്തില്ല. എല്ലാവരും പറഞ്ഞ് കടന്നൽ കൂട് പോലെ എന്തോ ഒരു ഇതിങ്ങനെ ഇരിക്കുകയെന്നാണ് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പുറത്തെ മരത്തേലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സെയിം ഒരു ഇതിലിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ബോട്ടിങ് ഏരിയ, ഇത് അവിടെയാണ് കേട്ടോ. ഒരു ഫാമിലീസൊക്കെ പോകുന്നുണ്ട്. ചെറിയൊരു ബോട്ടിങ് ഏരിയ, മറ്റേത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതാണ്. ഹലോ ഹലോ ഹലോ. വീട് കൂടെ കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഗ്രൂപ്പാടകളെയാണ് നടക്കുന്നത് മനുഷ്യൻ. നമ്മളിങ്ങനെ നടന്ന് കുറച്ച് ക്ഷീണിക്കുന്നേ ഉള്ളൂ. കാരണം അതുപോലെ തന്നെ തണുപ്പ് കാറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നടന്ന് കുറച്ച് ടയേർഡാണ്. അപ്പം നമ്മൾ നേരത്തെ ജ്യൂസ് കുടിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിനി ഇറങ്ങുവാണ്. എന്നിട്ട് നമ്മൾ ബുഹാരി ബിരിയാണി ഓർഡർ ചെയ്തു. അതും ഫ്ലോപ്പായിരുന്നു, ജ്യൂസ് പോലെ. അപ്പോൾ വേറെ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് അതങ്ങ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളങ്ങനെ വാഗമണ്ണൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. മിസ്സായി പോയത് ഗ്ലാസ് ബ്രിഡ്ജും അഡ്വഞ്ചറസ് പാർക്കും ആയിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, ഫുൾ ബ്ലോക്കാണ്. ഈ വാഗമണ്ണിൻ്റെ മേളിൽ ഇത്രയും ബ്ലോക്ക് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതൊക്കെ വന്നുകൊണ്ട് ഭയങ്കര ക്രൗഡഡുമാണ്. ഇപ്പം ന്യൂ ഇയർ ആയിട്ടാണോ എന്നും അറിയത്തില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് താഴേക്ക് പോയപ്പോഴാണ് തങ്ങൾപ്പാറയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഈ പ്ലേസിൻ്റെ പേര് തങ്ങൾപ്പാറ എന്നാണ്. അവിടെ അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഫ്രീ ആയിട്ട്. അതിൻ്റെ കുറച്ച് തിരക്കുമൊക്കെ ഉണ്ട്. എവിടെ ചെന്നാലും കാറ് പാർക്ക് ചെയ്യാനുള്ള
ഫെസിലിറ്റീസ് ഉണ്ട് വാഗമണ്ണിൽ. അപ്പോൾ നമ്മളും അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ കാണുന്ന മലയില്ലേ അത് അങ്ങോട്ടാണ് പോകുന്നത്. നല്ല കാറ്റാണ്. അവിടെ ചെന്നപ്പോൾ ഒന്നും കൂടെ കാറ്റ് കൂടി, അതുപോലെ നല്ല തണുപ്പുമുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലത്തെ കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ കണ്ടോ പാറ, അവിടെ വരെ പോകണമെന്നുണ്ട്, പറ്റുമെന്ന് അറിയത്തില്ലേ. നേരത്തെ വന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടില്ല, ഈ സ്ഥലത്ത് വന്നിട്ടില്ല. താഴെയൊക്കെ വന്നിട്ടുണ്ട്. തണുത്ത കാറ്റും പൊരിഞ്ഞ ചൂട്. അത് തണുപ്പാന്ന് ചൂടാന്നോ ജയിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവും ഇല്ലേ? ഒരു സൈഡ് തണുപ്പ്, ഒരു സൈഡ് ചൂട് പോലെ. അതേലെയാണോ നിൽക്കുന്നത്? What's up is down, what's left is right. Chasing stars and holding on. I can't see the end, but we'll see it through. ചൂടും തണുപ്പും തമ്മിൽ മത്സരം. അതാ പാച്ചോടി Fly forever if you keep it tight. Love the world, but keep the sky on your mind. നമ്മൾ ഒരുപാട് മേളിലോട്ട് പോയില്ല കേട്ടോ, കാരണം കാറ്റ് കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ശരിക്കും നമുക്ക് നടന്ന് ഇരുന്നും പയ്യെ കയറി ആ മേളിലത്തെ ആ പാറ വരെ ചെല്ലാം. പക്ഷെ നമ്മൾ അത്രയും പോയില്ല, നല്ല കാറ്റായിരുന്നു. ഞാൻ കുറച്ച് മാറി മാറി പോകുന്ന പോലെ തോന്നി, കാറ്റടിച്ച് നീങ്ങി പോകുന്നത്. ഞങ്ങൾ മേളിലേക്ക് പോയില്ല. ഇപ്പോൾ പയ്യെ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് തങ്ങൾപ്പാറ. അപ്പോൾ നമുക്ക് മിസ്സായിപ്പോയത് ഗ്ലാസ് ബ്രിഡ്ജും അഡ്വഞ്ചറസ് പാർക്കുമാണ്. അപ്പോൾ നമ്മൾ പയ്യെ വാഗമണ്ണോട് ടാറ്റാ ഗുഡ് ബൈ പറയുവാണ്. അങ്ങനെ നമ്മുടെ വാഗമൺ ട്രിപ്പൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ മിസ്സായിപ്പോയി കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് മിസ്സായിപ്പോയി, അഡ്വഞ്ചറസ് പാർക്ക് മിസ്സായിപ്പോയി. ബാക്കി എല്ലായിടവും കയറിക്കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഈ വർഷത്തെ അവസാനത്തെ ട്രിപ്പും കഴിഞ്ഞു. അങ്ങനെ ഇനി വെറും മണിക്കൂറുകൾ മാത്രം അടുത്ത വർഷമാകാൻ. അപ്പം ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ ട്രിപ്പായിരുന്നു. നേരത്തെ ഞാൻ ആ മലയാളം മണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കേട്ടില്ല കേട്ടോ. ഇല്ല, അത്രയും കാറ്റായിരുന്നു. അപ്പോൾ അതൊന്ന് കേട്ട് ഞാൻ ചെന്നിട്ട് ഓഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത വർഷം ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് എന്താ പറയുന്നത്, എങ്ങോട്ടാണെങ്കിലും വ്ളോഗ് എടുക്കാം അല്ലേ? ഫസ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണെങ്കിലും ഞാൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പം ഇനിയിപ്പം എല്ലാവർക്കും എന്താ പറയുന്നത്, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകാം കേട്ടോ. വാഗമൺ ഇപ്പം തിരിച്ചിറങ്ങി ഈരാറ്റുപേട്ടയായി. നമ്മളിനിയിപ്പോൾ വീട്ടിലോട്ട് പോവാം. എല്ലാവർക്കും അപ്പം നല്ല ന്യൂ ഇയർ ആയിരിക്കട്ടെ അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എപ്പോഴും. അപ്പം എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. നമുക്കപ്പോൾ അടുത്ത വർഷം അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.
so high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through.